ഗൾഫിൽ നിന്ന് വരുന്ന മകനെ വിളിക്കാൻ വേണ്ടി എയർപോർട്ടിൽ പോകാൻ വേണ്ടി അമ്മ റെഡി. റെഡിയായില്ലേ? അമ്മ ഇതെങ്ങോട്ടാ? മോളെ എയർപോർട്ടിൽ പോണ്ടേ, അവൻ ഇന്ന് വരുമല്ലേ? അതിന് അമ്മ വരുന്ന എന്തിനാ? അതുപോലെ അമ്മയ്ക്ക് കാലുവേനയൊക്കെ ഉള്ളതല്ലേ? അമ്മ ഇവിടെ എങ്ങാനും ഇരുന്നാ മതി. കുറെ ലഗേജും ഒക്കെ ഉള്ളയാ, എല്ലാവർക്കും കൂടി ഇരിക്കാനും സ്ഥലം കാണാം. അത് മോളെ അവൻ ഇന്നലെ കൂടെ വിളിച്ചപ്പോ എന്നോട് പറഞ്ഞതാ അമ്മ കൂടെ വരണമെന്ന്. അവൻ അങ്ങനെയൊക്കെ പറയും, അമ്മ ഒന്നും കാര്യമാക്കണ്ട. അതുപോലെ അവൻ ക്ഷീണിച്ച് വിശന്നൊക്കെ വരുന്നതായിരിക്കും. അമ്മ അവന് ഇഷ്ടപ്പെട്ട എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ നോക്കും. മോള് പറഞ്ഞ ശരിയാ. എന്തായാലും ഒരുങ്ങിയതല്ലേ, അമ്പലത്തിൽ പോയിട്ട് വന്നിട്ടേ അവന് വേണ്ടുന്ന എല്ലാം ഞാൻ ഉണ്ടാക്കി വെക്കാം. മോള് പോയിട്ട് ഇതേപോലെ ഒരെണ്ണങ്ങളും ഉണ്ട് കേട്ടോ. വാട്സപ്പ് ചെയ്താൽ മതി, ആ ചേട്ടനെ കൊണ്ട് പറയിച്ചോണ്ട് എത്തിച്ചു തരാം. ഇതാരാ? എത്ര നാളായി മോനെ കണ്ടിട്ട്? അമ്മ ക്ഷീണിച്ചോ? നല്ല അടിപൊളി സാരിയാണല്ലോ, എവിടൊക്കെ വരുന്നു? എന്താ എന്നെ വിളിക്കാൻ എയർപോർട്ടിൽ വരാന്ന് ഞാൻ പറഞ്ഞല്ലായിരുന്നു? അവർക്ക് ഇഷ്ടപ്പെടാനില്ല. എടാ അത് എന്റെ കാലുവേദന കാര്യം നിനക്ക് അറിയാവുന്നതല്ലേ, ഞാൻ ഈ കാലം വെച്ചോണ്ട് എങ്ങനെ വരാനാ? നിനക്ക് വിശക്കുന്നൊന്നുമില്ലേ? കുറെ ദൂരം യാത്രയായിട്ടൊന്നല്ലേ? അയ്യോ മക്കളെ, നിന്നെ കണ്ട സന്തോഷത്തിൽ അമ്മ അതങ്ങ് മറന്നുപോയി. എടപ്പേം കൈ കഴിയിട്ട് വാ, മോളും വാ, രണ്ടുപേർക്കുള്ള ആഹാരം അമ്മ അവിടെ എടുത്തു വയ്ക്കാം. ഇനി അത് കിടില്ല സീനുണ്ട്. ആയതുകൊണ്ട് പറയുന്നല്ല, നിനക്ക് ഞാൻ ഒരു സാധനം കൊണ്ടു, നിനക്കത് ചേരും. പക്ഷെ അത് എന്റെ ബാഗ് എവിടെ? യെസ്. എന്താണ് ഇവിടെ? എന്താ ഇവിടെ ഒച്ചയും ബഹളവും? ഓ അപ്പെല്ലാം വിളിച്ചറിയിച്ചിട്ടായിരുന്നില്ല ഈ നാടൻ മൊത്തം കിടന്ന് കാണിച്ചത്. ഇനി അതും പറഞ്ഞാലും അമ്മയത്തോട്ട് വഴക്കിനല്ല. നീ നേരത്തെ ഫോൺ വിളിച്ചട്ടെ കട്ട് ചെയ്യാൻ പറഞ്ഞു. ഞാൻ കേട്ടു നീ എന്റെ അമ്മേനെ പറയുന്നതും ചെയ്യുന്നതും ഒക്കെ. ആ പാവം ഒരുങ്ങി വന്നിട്ട് നിനക്ക് എങ്ങനെ തോന്നിയിടി വരണ്ടാന്ന് പറയാനായിട്ട്? ബാക്കി ഗീവ് റെസ്പെക്ട് ടേക്ക് റെസ്പെക്ട് എന്നാണ്. എന്റെ അമ്മ നിനക്ക് റെസ്പെക്ട് തരുന്നുണ്ടെങ്കിൽ നീ അത് തിരിച്ചു കൊടുക്കണം. അത് പറ്റത്തില്ലെങ്കിലേ ഇറങ്ങിക്കോ എന്റെ വീട്ടിൽ നിന്ന്. നാണമില്ലല്ലോടി. ഇതുപോലെ ഒരെണ്ണം കൊടുത്താൽ തീരാവുന്നതേ ഉള്ളൂ ഈ എല്ലാ അവളുടെമാരുടെയും അസുഖമൊക്കെ.